ഉം. നമസ്തേ. അധ്യാപക കൂട്ടം USS പ്ലസ് മാത്സ് ക്ലാസ് ഇന്ന് നമുക്കായി എടുത്തു നിർത്തുന്നത് എൽദോസ് മാഷാണ്. മാഷിനെ അധ്യാപക കൂട്ടത്തിന്റെ പേരിൽ സവിനയം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അധ്യാപക കൂട്ടം അഡ്മിൻ രതീഷ് സാർ, കോർഡിനേറ്റർ ടീച്ചർ, പ്രിയപ്പെട്ട കുട്ടികൾ, രക്ഷിതാക്കൾ ഏവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു ലിജി ടീച്ചർ. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ എൽദോസ് മാഷിനെ ക്ഷണിക്കും. സൂര്യ ഗെയിമിംഗ് എന്ന് പറഞ്ഞ കുട്ടി മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഓക്കെ സാറേ, ആരംഭിക്കട്ടെ സാറേ. ഓക്കെ മാഷെ, ഓക്കെ, തുടങ്ങും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തിരുന്നു. എനിക്ക് അറിയില്ല അതിനകത്തുള്ള കുട്ടികൾ എത്ര പേര് ഇപ്പോൾ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട രതീഷ് സാറും ക്രിസ്ത്യൻ ടീച്ചറും അപ്പോൾ തന്നെ ഒരുപാട് അധ്യാപകർ ഇതിന്റെ പിന്നിൽ വളരെ അധ്വാനത്തോടുകൂടി വളരെ എന്താ പറയുക സമഗ്രമായ ഒരു കർത്തവ്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അവരവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റു കുട്ടികളെയും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു കുട്ടികളെയും പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഈ ബ്ലോഗിലൂടെ അനേകം ആളുകൾ, അനേകം കുട്ടികൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നതെന്ന് എനിക്കറിയാം. അവർക്ക് പിന്നീട് കാണാനുള്ള ഒരവസരം കൂടി ഈ ഇതിന്റെ സംഘാടകർ ക്രമീകരിക്കുന്നുണ്ട്. എന്തായാലും വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് രതീഷ് സാറും സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ അധ്യാപക ശ്രേഷ്ഠരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ക്ലാസ്സിൽ ഇന്നിപ്പോൾ 39 പേരിൽ 39 പേരാണ് ആകെ ഉള്ളത്. അതിൽ കുട്ടികളുണ്ടാവാം, അധ്യാപകരുണ്ടാകാം, പേരൻസ് ഉണ്ടാകാം. ഞാൻ പുതുതായിട്ട് ഒന്നും പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ പുതിയ രീതികളൊന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എങ്ങനെ നമുക്കൊരു പരിശീലനത്തിൽ USS പരിശീലനത്തിൽ USS സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു 10 ചോദ്യങ്ങൾ, മാത്തമാറ്റിക്സിലെ 10 ചോദ്യങ്ങൾ, ഈ 10 ചോദ്യങ്ങളെ എങ്ങനെ നമുക്ക് നമ്മുടെ സ്കോറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, 10 സ്കോർ നമുക്ക് എങ്ങനെ നേടാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7ാം ക്ലാസ്സില് ഒക്ടോബർ 18 പരീക്ഷ ഡേറ്റ് ഒക്കെ മാറ്റി, മെയ് 17-ാം തീയതിക്ക് ഡേറ്റ് മാറ്റി. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്. 2 രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. ഒന്ന്, നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടിയിട്ടുണ്ട്. കാരണം വിക്കേഴ്സ് ചാനലിലെ ക്ലാസ്സുകളൊന്നും നമ്മുടെ ഈ പോർഷനുമായി ബന്ധപ്പെട്ട് അത്രയും പോർഷനിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ വിശദമായ രീതിയിലുള്ള ഡിസ്കഷൻ നമ്മുടെ സ്കൂളുകളിൽ, ക്ലാസ് മുറികളിൽ നടന്നിട്ടുണ്ടാവില്ല, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ പരീക്ഷ മ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത് അനുകൂലമാണെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കാം. ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കുറെ കാലമായി നമ്മളിങ്ങനെ ഇതിന്റെ പരിശീലനത്തിലും അത് പരിശീലിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. കുട്ടികളാണെങ്കിൽ തന്നെ ഒരുപാട് കാലമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നീട്ടുമായിട്ട് പതച്ചത് നീണ്ടുപോയി, മെയ് മാസത്തിൽ നീണ്ടുപോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു നെഗറ്റീവ് സെൻസ് എടുക്കാതെ അത് പോസിറ്റീവായിട്ട് തന്നെ കണ്ടുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടി. കുറച്ചുകൂടി പേർക്ക് കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ, കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിച്ചു. കുറച്ചുകൂടി ഡിസ്കഷൻസ്, ചർച്ചകളും അതിന് വേണ്ടി ഉണ്ടായി, അതിനുള്ള അവസരം ഉണ്ടായി എന്നുള്ളത് നമുക്ക് അത് നന്നായിട്ട് തന്നെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തെ സമീപിക്കാം. ഞാൻ പറഞ്ഞല്ലോ, വിദേശാനിലും സ്പീഡ് മാത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ 10 വരെയുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്പീഡ് മാത്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ സ്പീഡ് മാത്ത് വേറെ കണക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം കൂടി നാളും പരിചയപ്പെടേണ്ടതുണ്ട്. ഞാനിപ്പോ ഇന്ന് ആ ഭാഗത്തേക്കൊന്നും വരുന്നില്ല. കാരണം ഇല്ലെങ്കിൽ നമ്മളത് പറഞ്ഞു പോയ, അല്ലെങ്കിൽ വിദ്യാസ്ഥാനം എടുക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷെ പരിചയമില്ലാത്ത, ഇനി അതായത് പഠിപ്പിച്ചെടുക്കാനുള്ള അതിനൊക്കെ സമയം നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഇനിയും അതിനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ അധ്യായങ്ങൾ അത് മാത്രം എടുത്തുകൊണ്ട് ഒരു 3-4 പ്രോബ്ലം കൂടി അതിനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ. 1 മണിക്കൂർ ഞാൻ പറഞ്ഞൊരു 10 ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ഈ 10 ചോദ്യത്തെ എങ്ങനെ നേരിടാം, അത് വിവിധ യൂണിറ്റുകളായി, വിവിധ മേഖലകളിലായിട്ട്
നമ്മൾ പഠിച്ചിട്ടുള്ള ചില മേഖലകളെ ഉപയോഗിച്ചുകൊണ്ട് ആ 10 മേഖലകളിൽ നിന്ന് എങ്ങനെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ. പലർക്കും പല ചിന്തകളായിരിക്കും, പല രീതികളായിരിക്കും. ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പലരും സമീപിക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. അത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. കാരണം ഇപ്പോൾ രതീഷ് സാർ പറഞ്ഞതുപോലെ 5 കുട്ടികളുടെ പേര് തരുന്നത് ഞാനത് എനിക്കിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ഒരു ഫീഡ്ബാക്കാണ്, എൻ്റെ ഒരു ഇതാണ്. കാരണം അതിനകത്ത് 5 പേരുടെ പേര് പറയുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ആ 5 കുട്ടികളാണ് ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവർ. അവരുടെ മാത്രം ചിന്ത ശേഷിയാക്കുന്ന, അല്ലെ അവരുടെ മാത്രം ചിന്ത മാത്രം മതി. ബാക്കിയുള്ളവർ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുക, ചോദ്യം അവർ പറയട്ടെ, ഉത്തരം പറയട്ടെ, എനിക്ക് അത് ബാധകമല്ല എന്ന് വിചാരിച്ചതാണ് സാറ്. ഞാൻ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കൊടുത്തതുകൊണ്ടാണ് എനിക്ക് ഈ സാറിന് അങ്ങനെ ഒരു സാഹചര്യം അനുഭവിച്ചെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പല കുട്ടികളുടെ പേര് വിളിക്കുമ്പോൾ അവര് കുട്ടിയുടെ അച്ഛന്റെ പേരായിരിക്കാം, അമ്മയുടെ പേരായിരിക്കാം, കുട്ടിയുടെ പേര് തന്നെ ആവണമെന്നില്ല. അതൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ക്ഷമിക്കുക. എന്തായാലും ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, എന്തായാലും ഒരു നല്ല സന്ധി, അതോടൊപ്പം തന്നെ നല്ല ഒരു ക്ലാസ് നമുക്ക് വിവിധ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിരിക്കട്ടെ. ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, വളരെ വേഗത്തിൽ ഞാൻ എൻ്റെ ചടങ്ങുകളിലേക്ക് വരികയാണ്. ഞാനത് പ്രസന്റ് ചെയ്തുകൊണ്ട് ഞാനിന്ന് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില മേഖലകൾ നിന്ന് ഒരുപാട് മേഖലകളൊന്നും എടുക്കുന്നില്ല. ഒന്ന് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ആ ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യങ്ങളും, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 6ാം ക്ലാസ്സിൽ പഠിച്ച പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ടും 1-2 ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരാം. ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ ഓരോ ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരും പ്രത്യേകിച്ച് അതിന് എന്താ പറയുക, ഉത്തരം ഞാൻ പറയുന്നു, ചോദിക്കുന്ന ആൾ മാത്രമേ ഉത്തരം പറയാവൂ. എല്ലാവരും കൂടി ഉത്തരം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. എല്ലാവരും കൂടി അതിന് ഉത്തരം പറയുന്ന സാഹചര്യം നമുക്ക് വേണ്ട. എല്ലാവരും എന്റെ പ്രസന്റേഷനിലാണോ ശ്രദ്ധിക്കേണ്ടത്? പ്രസന്റേഷനില് ഈ ചോദ്യം നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാണാമോ? കാണാം. എല്ലാവർക്കും കാണാമല്ലോ. ഇത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ചോദ്യം വായിച്ചാൽ 5 raised to n 5 n 625 ആയാൽ 5 raised to n minus 3 യുടെ വില എത്രയാണ്? If 5 raised to n is equal to 625, what is 5 raised to n minus 3? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 125, 1, 5, 25. ഇത്തരം കിട്ടി കാണുന്ന 2 മിനിറ്റാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ മുമ്പിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം 2 മിനിറ്റാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ എക്സ്പൊണൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ പല രീതിയിൽ ചോദിക്കും. ഓരോരുത്തർ ഓരോ അധ്യാപകരുടെ ചോദ്യം ഉണ്ടാക്കുമ്പോൾ അവർക്ക് അവരുടെ കഴിവോടെ അവർക്ക് ഇതിനകത്ത് എത്രമാത്രം ആഴത്തിലുള്ള അറിവുണ്ടോ അതുകൂടെയൊക്കെ പരീക്ഷിക്കാൻ, കുട്ടികളുടെ തന്നെ പരീക്ഷിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കാം. വ്യത്യസ്ത രീതികളൊക്കെ വന്നേക്കാം, ചിന്തകൾ വന്നേക്കാം. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യം ഞങ്ങൾ അതുപോലെ നിങ്ങൾക്കും തരിക, ഉത്തരം കിട്ടിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കുക. ഞാൻ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച ചോദ്യം കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശിവദാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ശിവദാസ് കുട്ടിയാണോ അച്ഛനാണോ അല്ല? ശിവദാസ് കുട്ടിയാണോ അച്ഛനോ എനിക്കറിയില്ല. ഉത്തരം സോനദാസ് പറഞ്ഞോളൂ മോളെ. സോനദാസ് ഉത്തരം കിട്ടിയോ? 25 ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ എന്താ പറയാ, ആണോ 25 ആണോ സാർ, 5 ആണോ സാർ
ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വേണം. കണക്ക് നമ്മളതിന് ഉത്തരം എഴുതുന്നേ. നമ്മള് പരീക്ഷ എന്ന് വേണ്ട സാറ്, എനിക്ക് 25 25 ഓക്കെ. സോണ പറഞ്ഞിരിക്കുന്നു 25 ആണ് അതിന്റെ ആൻസർ എന്ന് സോണ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, സോണയുടെ ഉത്തരം ശരിയാണോ തെറ്റാണോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കുട്ടിയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നുന്നില്ല, എന്തായിരിക്കും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ വേഗത്തിൽ പോകാം. ഞാൻ മറ്റൊരു കുട്ടിയെ ചോദിക്കട്ടെ. അശ്വതി സിയാർ. അശ്വതി സിയാർ 125 രണ്ടു സോണ പറഞ്ഞു. അശ്വതി അല്ലേ? അശ്വതി പറയുന്നു. അശ്വതി പറഞ്ഞിരിക്കുന്നു 125. സോണ പറഞ്ഞു 25. ഇനി ഞാൻ ഒരു കുട്ടിയോട് വെറുതെ ചോദിക്കുകയാണ്. എന്താണ്? അബിൽ അർജുൻ അല്ലേ? അബിൽ അർജുൻ എന്താണ്? അബിൽ അർജുൻ. അബിൽ പറയൂ. 125 എന്നുള്ള ആൻസർ ആണ് അബിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് തിരിച്ചു പോരാം. ഇനി ഞാൻ ചോദിക്കണം, വേണ്ട ഒരാളോട് ചോദിക്കാം. ധന്യ. ധന്യ ധന്യ 125. 125. ഓക്കെ, അപ്പോ 125 എന്നാണ് ധന്യ. ധന്യ 1. ഓക്കെ, ഞാൻ മറ്റുള്ളവരോടൊന്നും വീട് വിടാന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്റെ പേര് തീർത്ഥ. കേട്ടില്ല. എന്റെ പേര് തീർത്ഥാന്നാ. തീർത്ഥ. ധന്യ എന്ന് പറയുന്ന അമ്മയല്ലേ? അതെ അതെ. അപ്പോ ധന്യ തീർത്ഥയുടെ തീർത്ഥ വണ്ടൂരുള്ളതാണ് അല്ലെ? മലപ്പുറം ജില്ല അല്ലെ? മറ്റുള്ളവരോട് ഞാൻ ചോദിച്ചില്ല കേട്ടോ. സോനയോട് ചോദിച്ചില്ല. പിന്നെ മറ്റൊരാളുണ്ടായിരുന്നല്ലോ, അവരോട് ചോദിച്ചില്ല. ഞാൻ പേര് അശ്വതി അല്ലെ? അശ്വതി ഞാൻ സ്ഥലം ചോദിച്ചില്ല. എന്തായാലും ഈ ഉത്തരത്തിൽ ഏതാണ് ഉത്തരം എന്നുള്ളതിലേക്ക് നമ്മൾ പോവുകയാണ്. വീണ്ടും ഞാൻ ആ ചോദ്യത്തിലേക്ക് വരികയാണ്. ചോദ്യം നിങ്ങൾ വീണ്ടും ഞാൻ കാണിക്കുകയാണ്. 5n = 625 ആയ 500n = 625. വാട്ട് ഈസ് 500? അപ്പോൾ എനിക്ക് ഇതിനകത്ത് രണ്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. 25 കിട്ടിയിട്ടുണ്ട്, 125 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം അശ്വതിയിലേക്ക് പോവുകയാണ്. അശ്വതിയിലേക്ക് പോവാം. അശ്വതി അല്ലേ 125 എന്ന് ആൻസർ പറഞ്ഞത്? യെസ്. അശ്വതി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അശ്വതിക്ക് 125 കിട്ടിയത് എങ്ങനെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഗസ് ചെയ്താണ്. ഗസ് ചെയ്തപ്പോൾ 125 കിട്ടി. ഓക്കെ. സോന 25 എന്ന് പറഞ്ഞു. സോന എന്ന് പറഞ്ഞു. സാർ ഞാനും ഗസ് ചെയ്തതാണ്. ഞാനും ഗസ് ചെയ്തതാണ്. ഓക്കെ. എന്നാ പിന്നെ തീർത്ഥ വണ്ടൂർ. തീർത്ഥ വണ്ടൂർ പറയും. സാർ ഞാനത് ഫസ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോ അങ്ങനെ കിട്ടുന്നു. എങ്ങനെ പറഞ്ഞോളൂ. ആദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോ പറഞ്ഞു. എന്ത് ഗസ്സിംഗ് ആണ്? ഗസ്സിംഗ് ആണ്. അല്ലാണ്ട് പ്രൈം ഫാക്ടേഴ്സ് കണ്ടെത്തുന്നത് പറഞ്ഞെന്താണ്? അത് ഞാൻ നോക്കിയപ്പോ എനിക്ക് അങ്ങനെ കിട്ടി. നോക്കിയപ്പോ അങ്ങനെ കിട്ടി. ആ നോക്കിയപ്പോ കിട്ടിയതാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാണ്. ആ പറഞ്ഞു തെറ്റിക്കോട്ടെ, എന്ത് കുഴപ്പമൊന്നുമില്ല. എത്ര തെറ്റിക്കോട്ടെ. അറിയില്ല. ഓക്കെ. ശരി. അപ്പൊ അവര് 3 പേരും ഗസ്സിങ്ങിലാണ് ആ ഉത്തരങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, റീജ രാജേഷ് എന്ന് പറയാനുണ്ടോ? റീജ രാജേഷ് സാർ എനിക്ക് അറിയില്ല ഉത്തരം. ഓക്കെ. ഞാനിങ്ങനെ ചോദിച്ച സമയം കളയല്ല. സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലും ഒരു ഉത്തരം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ. എന്താണ്? മസീൻ ആർട്ട് ആൻഡ് ഫൈൽസ്. നല്ല പേരുകളൊക്കെ ഇങ്ങനെ. മസീൻ ആർട്ട്. അറിയോ? ഓക്കെ. എന്നാ
ഹന്ന ഫാത്തിമ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഹന്ന ഫാത്തിമയും ചാറ്റ് ചെയ്ത്, വേറെ ആർക്കും ചാറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചാറ്റ് കൊടുത്തിട്ടാൽ ഞാൻ ശ്രദ്ധിക്കില്ല പലരും, പക്ഷെ ചാറ്റ് കൊടുത്തിട്ടുണ്ട്. ഹന്ന ഫാത്തിമയും ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഉമ്മു സൽമ ചാറ്റ് ചെയ്ത് 5 എന്നിട്ടിട്ടുണ്ട്. പിന്നെ ഒരാളാണ് എന്നൊരു കാര്യം ചെയ്യും, സിനി ഷൈജു തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. സിനു ഷൈജു 5 എന്ന് ആൻസർ കിട്ടിയിട്ടുണ്ട്. സിനു ഷൈജു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അത് പറയാത്തോണ്ടാണോ ഞാൻ അവര് ചാറ്റ് കൊടുത്ത് നോക്കിയതാണ്. സിനി ഷൈജു വരാണ് ഒന്ന്. കൃഷ്ണേന്ദു. ഓക്കെ, കൃഷ്ണ അത് പറഞ്ഞോളൂ. അപ്പോ 125, 25, 5. ഇനി ആരെങ്കിലും ഉണ്ടെന്നാ പിന്നെ ഒരു ഓപ്ഷൻ കൂടി ഉള്ളു അതിനകത്ത്. ആ ആൻസർ ഏതാണ്? 1 ഉണ്ട്. അത് ആർക്കും ഗസ് ചെയ്ത് കിട്ടിയില്ല അല്ലെ? ആർക്കും ഇതിന്റെ ഉത്തരങ്ങൾ ആരും ഒരാൾ ചാറ്റ് ബോർഡിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഞാനത് ചാറ്റ് ബോർഡിൽ ചെയ്തു. ഉമ്മസൽമയാണ് ചെയ്തിട്ടുണ്ടല്ലോ. എന്താ ചെയ്തത്? പറയൂ. ഉമ്മസൽമ പറഞ്ഞേ. ഉമ്മസൽമയാണ്. ഹന്ന ഫാത്തിമ. ഈ ഹന്ന ഫാത്തിമ ആരാണ്? 625 കിട്ടുന്നത് 5/4 ആകുമ്പോഴാണ്. എങ്ങനെ? 625 എന്ന് പറയുന്നത് 5/4 ആണ്. 5/4 ആണ്. അപ്പൊ 5/4 - 3 = 5/1. 5/1. അപ്പൊ ആൻസർ വരുമ്പോ 5 ആണ് ഉത്തരം വരിക. 5/1 5. ഓക്കെ. ഉമ്മു സൽമ അല്ല, എന്താ ഹന്ന ഫാത്തിമ? എന്താ പേര്? ഉമ്മു സൽമ. മിൻഹ. ഉമ്മു സൽമ. എവിടെ വീട്? ഏത് ജില്ലയാണ്? പാലാമടം. സ്ഥലം എവിടെയാ? വണ്ടൂർ പാലാമടം. വണ്ടൂർ പാലാമടം എന്നാണോ പാലമാളാണോ? പാലാമടം വണ്ടൂര്. ഓക്കെ. എന്തായാലും ഉമ്മു സൽമ എന്ന് പറയുന്ന ഞാൻ പേര് പിന്നെ വിട്ടു പോകുന്നത്, കാരണം എല്ലാവരുടെയും പേര് ഓർപ്പിക്കുന്നു. എന്തായാലും ഓക്കെ, ഇതാണ് ചോദ്യം. അവൾ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ട് കാണും. 125 പറഞ്ഞവരും 25 പറഞ്ഞവരും ഗസ് ചെയ്ത് പറഞ്ഞു. ഞാൻ പറയട്ടെ, നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്. കണക്കി കുത്താൻ വേണ്ടി പരീക്ഷ എഴുതാൻ പോകരുത്. ഗസ് ചെയ്ത് ഉത്തരം എഴുതാൻ വേണ്ടി പോകരുത്. എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ഇതിനകത്ത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യം, വളരെ സിമ്പിൾ ചോദ്യമല്ലേ. മാത്തമാറ്റിക്സിൽ കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷെ നമ്മളാണ് അതിനെ എന്താ പറയുക, നശിപ്പിച്ച് കളയാണ്. നമുക്ക് നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടാത്ത രീതിയിൽ തെറ്റായ വിവരങ്ങൾ എടുത്തു ചാടി ഉത്തരം പറയുകയും ഗസ് ചെയ്തും ഒക്കെ നമ്മൾ ഉത്തരം പറയാം. നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. 5n നമുക്കറിയില്ല, n എത്രയെന്ന് അറിയില്ല. പക്ഷെ ആ ഫിഗർ എത്രയാന്ന് പറയുന്നത്, ആ സംഖ്യ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. 5n = 625. 625 ആണ് 5. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന 625-നെ അതിന്റെ എത്ര 5-ന്റെ എത്രാമത്തെ പവറാണ് 525 625 എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയില്ലേ? 5-ന്റെ 5/2 എത്രയാണെന്നറിയാം? 25 ആണ്. 5/3 എത്രയാണ്? 125 ആണ്. 5/4 ആണ് 620. ഒരുപാട് വലിയ സംഖ്യകളിലേക്കൊന്നും പോയിട്ടില്ല. ഏകദേശം ബിലോ 1000 താഴെയുള്ള ഇതുപോലുള്ള സംഖ്യകളുടെ പവേഴ്സ് ഒക്കെ നമ്മൾ ഏകദേശം ഒക്കെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഖ്യകളാണ്. അപ്പൊ 625 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 25-ന്റെ സ്ക്വയർ ആണെന്ന് അറിയാം. വർഗം പഠിച്ചത്, സ്ക്വയർ നമ്പർ പഠിച്ചാണ്. 25-ന്റെ സ്ക്വയർ ആണ് 625. അപ്പൊ 25 എന്ന് പറയുന്നത് 5/2 ആണ്. അപ്പൊ 5/2 × 5/2 ആണ് 625. ഇങ്ങനെയുള്ള ചില നമ്മൾ പഠിച്ചിട്ടുള്ള ചില കൺസെപ്റ്റുകളെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഓർത്തിണക്കണം. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ, ഈ 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ മനസ്സിലേക്ക് ഈ പ്രോസസ് എല്ലാം കടന്നു പോകണം. എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ 625 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു സ്ക്വയർ നമ്പർ ആണെന്ന് അറിയാം. ഞാൻ എക്സ്പോണൻസ് ആണ് പറയുന്നെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന സ്ക്വയർ നമ്പറോട് ഒന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞോളൂ. 625 പഠിച്ചു പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം അത് 25-ന്റെ സ്ക്വയർ നമ്പർ ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് 25 ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ 25-ന്റെ സ്ക്വയർ നമ്പർ ആണ് 625 എന്നുള്ളത് കൊണ്ട് 25 എന്നുള്ളത് 5/2 ആണെന്ന് അറിയാം. 5/2 × 5/2 ആണ് 625. അപ്പൊ 5/4 ആണ്. എങ്ങനെ വേണമെങ്കിലും 5/4 ആണെന്ന്. അപ്പൊ മകൾ കണ്ടെത്തിയതുപോലെ 4 നമ്മൾ കണ്ടെത്തി. അതായത് 5-ന്റെ 4th പവർ ആണ് 625. അപ്പൊ സോ n = 4, n - 3 = 1, 5/1 = 5/1. എത്ര കിട്ടി? 5 ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ ആയോ? സോനയ്ക്ക് മനസ്സിലായോ? അശ്വതിക്ക് മനസ്സിലായോ?
മനസ്സിലായി. മനസ്സിലായി. അബിൻ എന്താ അബിൻ ആരാണ്ട് പറഞ്ഞല്ലോ, ഞാൻ പേരുകളൊന്നും ഞാൻ എഴുതി വെച്ചില്ല, അതുകൊണ്ട് ഞാൻ അത് ചോദിക്കുന്നില്ല. ഇനി ഞാൻ അവരോട് ചോദിക്കണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പേരുകളൊന്നും എഴുതി വെക്കുന്നത്. എന്തായാലും ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു രീതി അതായിരിക്കണം എന്ന് പറയാം. ഇനി മറ്റൊരു ചോദ്യം, ഞാൻ എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെ ചോദിക്കുന്നത് കേട്ടോ, ഒരുപാട് കട്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. കാരണം പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇതിനെക്കൂടെ കുറച്ചുകൂടെ ചിലത്തേക്ക് കട്ടിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ഇന്നത്തെ കുറച്ചുകൂടെ ഹാർഡായിട്ട്, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, കുറച്ചുകൂടെ നമുക്ക് ചിന്തിക്കാൻ, നമ്മുടെ ചിന്തയെ കൊണ്ടുവരാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. നമ്മളത് സിമ്പിൾ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 2:8 2/8 നിന്ന് എന്ത് കുറച്ചാൽ 2:7 കിട്ടും? On subtracting which number from 2:8 you get 2:7? 256, 64, 128, 32. ഏത് സംഖ്യ കുറച്ചാലാണ് 2:8 നിന്ന് 2:8 നിന്ന് 2:7 കുറച്ചാൽ എന്ത് കിട്ടും? ഇത് ചോദ്യം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. പരീക്ഷാ ബോർഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം വായിച്ചു തരാനൊന്നും ആകില്ല. നിങ്ങൾ തന്നെ വായിച്ച് നിങ്ങളുടെ ചിന്താപ്രക്രിയയിലൂടെ അതിന് കടത്തി വിട്ടിട്ട് വേണം നിങ്ങൾക്ക് ഉത്തരം പറയാൻ. ഞാൻ വായിച്ചു തരുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവുന്നില്ലേ? ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരുമ്പോൾ, ടീച്ചർ ക്ലാസ്സിലുണ്ടെങ്കിൽ, പരീക്ഷാ ബോർഡിൽ ചോദ്യം പേപ്പർ വായിച്ചു തരുന്ന ടീച്ചർ ഉണ്ടെങ്കിൽ പരീക്ഷയിൽ നിങ്ങൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ചോദ്യം നിങ്ങൾ തന്നെ വായിച്ച് ചെയ്യാൻ പറ്റുമ്പോൾ കണക്കിന്റെ പ്രശ്നം, അത് മാത്തമാറ്റിക്സിന്റെ പേപ്പറിൽ മാർക്ക് കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്? ചോദ്യം വായിച്ച് മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. ഇനി ഞാനത് വായിക്കുന്നില്ല. ആൻസർ കിട്ടിക്കാണോ പ്രതീക്ഷിക്കുന്നു. ഞാനത് വീണ്ടും മാറ്റുകയാണ്. 2:7 2:8 എന്ന് കുറച്ചാൽ എത്ര കിട്ടും? സിമ്പിൾ ആയിട്ട് ഞാനത് പറഞ്ഞു. ചോദിച്ചോട്ടെ. വീഡീസ് വേൾഡ് ആരാണ്? വീഡീസ് വേൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ഓക്കെ, വീഡീസ് വേൾഡ് ചെയ്യട്ടെ. റീജ രാജേഷ്. ചെയ്യുന്നുണ്ട്. ഓക്കെ ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് സമയം എടുത്തരാം കേട്ടോ. കുറച്ച് സമയം എടുത്തരാം, ചെയ്തോളൂ. കുറച്ച് സമയം എടുത്തരാം, ചെയ്തോളൂ. ആരാണ്? പറഞ്ഞോളൂ. ആദിത്യ എന്ന് പറയുന്ന കുട്ടി അതിന് ഉത്തരം പറയാണ്. ആദർശ് ആദു എന്നാണ് അതിന്. ആദിത്യ പറയൂ. 128 എന്ന് ആദിത്യ പറഞ്ഞു. ആദിത്യ എവിടെയാണ്? പാലക്കാട്. എവിടെ? കോങ്ങാട്. ആദിത്യ പാലക്കാട്, കോങ്ങാട് പറഞ്ഞു. വേറെ ആരാ ചാറ്റ് ചെയ്തത്? ഞാനത് 128 ഉത്തരം. ആരാണത്? റീജ രാജേഷ്. റീജ രാജേഷ്. ഞാൻ ചോദിച്ചു, റീജ രാജേഷിനോട് ചോദിച്ചപ്പോ റീജ രാജേഷ് പറയുന്നു 128 എന്ന് പറയുന്നു. വേറെ 64 എന്ന് ഉത്തരം. പ്രവീത വിനോദ് പറയുന്നു 64 ആണല്ലേ? പ്രവീത വിനോദ് പറഞ്ഞില്ലേ? ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. പ്രവീത വിനോദ്. അല്ലല്ല, അശ്വതി ഉണ്ടായിരിക്കുക, അശ്വതി ശാന്തമായിരിക്കുക. അശ്വതി ഞാൻ ആദ്യം ചോദിച്ചു, മൈക്ക് ഓഫ് ഓൺ ചെയ്യല്ലേ. പ്രവീത വിനോദ് 64 ആൻസർ പറഞ്ഞു. ശരിയാണോ? അല്ലെ പ്രവീത? ഓക്കെ. ഇനി 128, 64. ഇനി വേറെ ആരോ ഒരു ആൻസർ കൂടി ചാറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിരുന്നു. രണ്ട് ആൻസർ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിക്കുമോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. കാണിക്കാൻ പോകുന്നില്ല, കാണിക്കാം. ഇങ്ങനെയൊന്നും ഒരുപാട് വളരെ സിമ്പിൾ അല്ലേ ചോദ്യം? ഒരുപാട് പണിയൊന്നും ഇതിനകത്തില്ലല്ലോ. ഉണ്ടോ? പറയൂ. എളുപ്പമാണ്.
ഓക്കെ, അപ്പോ അശ്വതിക്ക് കിട്ടിയോ ചോദ്യം? രണ്ടാമത് കണ്ടിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? റീജ രാജേഷ് എന്നോട് ഉത്തരം പറഞ്ഞു, 120 പറഞ്ഞു. പ്രവീത പറഞ്ഞിരിക്കുന്നു 64 പറഞ്ഞിരിക്കുന്നു. ആദിത്യ പറഞ്ഞിരിക്കുന്നു 120. ഞാൻ ആദ്യം ചോദിച്ചു കുട്ടിയോട് ചെയ്തോണ്ടിരിക്കാന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു? ഞാൻ ആദ്യം ചോദിച്ചൊരു കുട്ടി VDC ചെയ്തോ? 128 ആണോ? ഞാൻ VDSകളുടെ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, 128 ആണോന്ന് എന്നോട് ഞാനില്ല നിങ്ങൾക്ക് ചോദിച്ചത്. എന്നോട് ഉത്തരം പറഞ്ഞു ചോദ്യം ചോദിച്ചെങ്കിൽ ഞാൻ 4 ഓപ്ഷൻ ഉണ്ട്. ലേലംവിളിയാണോ നമ്മളത്? ലേലംവിളിയാണോ? അല്ലല്ലോ. 256 ആണോ, 64 ആണോ, 128 ആണോ, 32 ആണോ? ഞാൻ ചോദിച്ചോണ്ടിരിക്കല്ലേ. 128 ആണെങ്കിൽ നീ പറയണം 128 ആണ്. തെറ്റിക്കോട്ടെ. നിങ്ങൾ ഉത്തരം എഴുതാൻ പോകുന്ന പരീക്ഷാ ഹാളിൽ അവിടെ ഇരുന്നത് സന്ദേഹം പാടില്ല, സംശയം പാടില്ല. 128 നിങ്ങൾ കറപ്പിക്കുക. OMR ഷീറ്റ് അപ്പം തന്നെ കറപ്പിക്കുക 128. പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അത് വെട്ടിത്തിരുത്തി അടുത്ത കോളത്തിലേക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആലോചിച്ച് ഉത്തരം പറയാൻ 128 ആണെങ്കിൽ 128 ഫിക്സ് ചെയ്യാം. 32 ആണെങ്കിൽ 32 ഫിക്സ് ചെയ്യാം. 64 ആണെങ്കിൽ 64 ഫിക്സ് ചെയ്യാം. ഈ 256 ആണെങ്കിൽ അത് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ സമയം തരുന്നില്ല. നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം നമുക്ക് നോക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. പറഞ്ഞ ആള് പ്രവീത തന്നെ ആയിക്കോട്ടെ. ആദ്യത്തെ എക്സ്പ്ലനേഷൻ പ്രവീത എവിടെ? പ്രവീത, യെസ്, പ്രവീത പറയൂ. 2⁸ 128 ആണ്. പിന്നെ 2⁸ 128 ആണ്. 2⁸ 128 ആണ്. അപ്പോ 128ന്റെ പകുതിയാണ് 64. അപ്പൊ പ്രവീത പറഞ്ഞിരിക്കുന്നത്, പ്രവീത ഒരു കാര്യം ചെയ്തേ, ഈ 2⁸ ആണ് 128 എന്ന് പറഞ്ഞല്ലോ. നമുക്കൊന്ന് നോക്കാം. 2⁸1 എത്രയാ? 2. 2⁸2 എത്രയാ? 2⁸2 4. 2⁸3 എത്രയാ? 8. 2⁸4 എത്രയാ? 16. 2⁸5 64. 64. അല്ല, 2⁸4 വന്നപ്പോ 16 ആയിട്ടുള്ളൂ. 2⁸5 2⁸5 32. 2⁸6 64. 2⁸8 128. പ്രവീത ആദ്യം എന്നോട് പറഞ്ഞ എത്രയാ? 2⁸8 128 എന്ന് പറഞ്ഞ 2⁸7 വരെ വന്നോളൂ 128ന്. സോറി. അപ്പൊ എത്ര വരും? അപ്പോ ഒരു മിനിറ്റ് സാറേ. ഓക്കെ 128. 128. എന്ത് 2⁸8 ആണോ 128? ആൻസർ ആണോ 128 പറഞ്ഞത്? ആൻസർ ആണ് 128. ഓക്കെ, എവിടെയാണ് പ്രവീതയുടെ വീട്? പാലക്കാട്, കോങ്ങാട്, കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്താണ്. ഓക്കെ, പ്രവീതയ്ക്ക് മനസ്സിലായില്ലേ? 128ലേക്ക് പ്രവീത വന്നില്ലേ? ആൻസർ 128ലേക്ക് വന്നു. ഇനി ആദിത്യ എന്ന് പറഞ്ഞേ. ആദിത്യ 128 എന്ന് പറഞ്ഞല്ലോ. ആദിത്യ 128ലേക്ക് വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേ. ആദിത്യ 256 ആണ്. അതിന് 2⁸7 128 മൈനസ് ചെയ്തപ്പോഴാണ് 128 കിട്ടിയത്. ഓക്കെ, അപ്പോ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതല്ലാതെ ആൻസർ വേറെ വല്ലതും വരുന്ന സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? 256 ആണെന്നോ 64 ആണെന്നോ 32 ആണെന്നോ സംശയമുള്ളവരുണ്ടോ? 128ലേക്ക് ആദിത്യയും പ്രവീതയും എത്തി. പിന്നെയും ആരൊക്കെയോ 128 എന്ന് പറഞ്ഞിരുന്നു. 128 അല്ലേ? ശരി ആണോ? ആണോ? ആരൊക്കെ നോ എന്ന് കടിക്കണല്ലോ എന്ന പരിപാടി? മതി. ചാറ്റുകുളം വേണ്ട. ഞാൻ നോക്കില്ല. ചാറ്റുകുളം ഒഴിവാക്കുക. ചാറ്റ് ചെയ്യരുത്. എന്റെ ശ്രദ്ധകളെയും നിങ്ങളുടെ മറ്റുള്ള കുട്ടികളുടെ ശ്രദ്ധ മാറ്റും. ചാറ്റുകുളം വേണ്ട.
ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുക. ഞാൻ ചോദിക്കുന്ന പലരോടും ചോദിച്ചോട് ഞാൻ പിന്നെ ചോദിക്കുന്നില്ലല്ലോ. ഇഷ്ടംപോലെ കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, 47ഓളം പേരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാതെ മാറി മാറി ചോദിക്കാൻ അവസരമുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ചോദ്യം നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ പ്രവിധിയാണെങ്കിലും ആദിത്യയാണെങ്കിലും ഒക്കെ ഉത്തരം പറഞ്ഞപ്പോൾ അവർ കണ്ടെത്തിയ അവർ ഈ ഒരു ചോദ്യത്തെ നേരിടാൻ, ഞാനിപ്പോ വെറുതെ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പോവുക എന്നുള്ളതല്ല നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. കുറെ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തു പോവുക എന്നുള്ളത്, എന്നിട്ട് അതിൽ ഉത്തരം ഈ ചോദ്യം അല്ലല്ലോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരിക, വേറെ ചോദ്യങ്ങൾ ഇതേപോലെ വേറെ ചോദ്യങ്ങൾ വരും. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി ഇങ്ങനത്തെ ഒരു ചോദ്യം ഇതേപോലെ അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള മറ്റൊരു ചോദ്യം വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പൊ ഞാനിത് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. 2 ഇവിടുത്തെ ചോദ്യത്തിന്റെ എന്റെ ടെസ്റ്റ് അല്ലെങ്കിൽ എന്റെ ചോദ്യത്തിന്റെ രീതി എന്ന് പറയുന്നത് 2:8 നിന്ന് എന്ത് കുറച്ചാൽ 2:7 കിട്ടും. ഇതിനാണ് എനിക്ക് തിരിച്ചു ചോദിക്കാം. 2:7 എത്ര കൂട്ടിയാൽ 2:8 കിട്ടും? ചോദ്യം മനസ്സിലായോ? ഈ ചോദ്യം തന്നെ തിരിച്ചിടാം. 2:7 എത്ര കൂട്ടിയാൽ 2:8 കിട്ടും? ശരിയല്ലേ? ചോദ്യത്തെ ഞാനൊന്ന് മറിച്ചിട്ടാൽ കുഴപ്പമില്ലല്ലോ, തിരിച്ചിട്ടാൽ 2:8 നിന്ന് 2:7 കുറച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ 2:7 എത്ര കൂട്ടിയാൽ 2:8 കിട്ടും. മനസ്സിലായോ മക്കളെ? ചോദ്യത്തിന് വ്യത്യാസം വരുന്നില്ലോ. അപ്പൊ ഈ ചോദ്യം ഇങ്ങനെ തന്നെ ആവാം. ഇനി ഇത് 2ന്റെ പവേഴ്സ് ആയതുകൊണ്ട് ഇതിനകത്ത് വേറൊരു ടെസ്റ്റ് ഇത് ചോദ്യം ചോദിക്കാം. ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ, 8ഉം 7 ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വരുന്ന ടെസ്റ്റ് ചോദ്യത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് വേറെ വ്യത്യസ്തങ്ങളായ രീതിയിലൊക്കെ വരാം. ചില 2:12 എത്രയാണെന്ന് ആ ഫിഗർ അങ്ങോട്ട് പറയും, എന്നിട്ട് ചോദിക്കായിരിക്കും അടുത്ത ചോദ്യം വരുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഇതിനകത്ത് വരാം. ഇനി ഇതിനകത്ത് ചോദിക്കാവുന്ന 2ന്റെ പവേഴ്സ് ആയതുകൊണ്ട് ഇതിനകത്ത് വരുന്ന അടുത്ത ഒരു ഓപ്ഷൻ വേറൊരു ചോദ്യത്തിന്റെ രീതി 2:8 പകുതി എത്രയാണ്? 2:8 പകുതി എത്രയാണ്? What is the half of 2:8? What is the twice of 2:7? ഇരട്ടി എത്രയാണ്? ഇങ്ങനത്തെ ധാരാളം ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ വന്നാലും ഒരു ചോദ്യത്തിൽ കൊള്ളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല, എന്നാലും ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ എങ്ങനെ നമ്മൾ സമീപിക്കണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു 2:8 നിന്ന് 2:7 കുറച്ചാൽ എന്ത് കിട്ടും? 2:5 നിന്ന് 2:4 കുറച്ചാൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ 2:4 എത്ര കൂട്ടിയാൽ? അപ്പൊ നമ്മൾ അതിന്റെ 2 ആയതുകൊണ്ട്, ബേസ് 2 ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ആ ഒരു അപ്രോച്ച് എടുത്തു. 2:8 അതിൽ നിന്ന് 2:7 കുറച്ചു, അല്ലെ? അങ്ങനെയല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു ചോദ്യം ഇത് മറിച്ചും തിരിച്ചൊക്കെ എങ്ങനെയൊക്കെ ചോദിച്ചാലും 2:8 പകുതി എത്രയാണ്, 2:7 ഇരട്ടി എത്രയാണ്, 2:7 എത്ര കൂട്ടിയാൽ 2:8 കിട്ടുമെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഒരു മാർഗം എന്ന് പറയുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞ 2:7 എത്ര കൂട്ടിയാൽ 2:8 കിട്ടുമെന്ന് ചോദിച്ചാൽ വേറെ ഈ ഓപ്ഷൻസ് 256, 64, 128, 32 എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് അവിടെ ഞാൻ ചോദിക്കുകയാണ്. അവിടുത്തെ ഓപ്ഷൻ ഈ പവേഴ്സ് ആയിട്ട് കൊടുക്കുകയാണ്. 2:3 കൂട്ടണം, 2:4 കൂട്ടണം, 2:5 കൂട്ടണം, 2:7 കൂട്ടണം എന്ന് പറഞ്ഞ 4 ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ ഓപ്ഷൻ കൊടുത്താൽ ഈ പറയുന്ന സംഖ്യകള് നമ്മുടെ ഈ ഫിഗറൊക്കെ മാറും. 256ഉം 264ഉം 128 എന്നൊക്കെ മാറിയിട്ട് അവിടെ എല്ലാം 2ന്റെ പവേഴ്സ് ഉത്തരമായിട്ട് കൊടുക്കാം. ഓപ്ഷൻസ് കൊടുക്കാം. 4 ഓപ്ഷൻസ് 2 തന്നെ കൊടുക്കും. അങ്ങനെ വരുമ്പോഴും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഉത്തരമുണ്ട്. ഞാൻ പറയാം. 2:7 എത്ര ആഡ് ചെയ്താൽ അല്ലെങ്കിൽ 2:8 നിന്ന് 2:7 കുറച്ചാൽ എത്ര കിട്ടുമെന്നുള്ള ചോദ്യത്തിന് ഏറ്റവും നല്ലൊരു ആൻസർ മറുപടി എന്നല്ല 2:7 തന്നെ കൂട്ടിയാൽ മതി. അത് എവിടെ നിന്നാണ് ആ സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുന്നത്? ഞാൻ ഒരു രീതി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് 2 പവർ ആയതുകൊണ്ട്, 2 ബേസ് ആയതുകൊണ്ട്, 2ന്റെ പവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഇരട്ടി ഹാഫ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പോകുന്ന പ്രോബ്ലം ആണ്. എന്നാൽ പോലും 2ന്റെ മാത്രം ചോദിക്കണം എന്നില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുക. ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചിന്ത, എനിക്ക് ഞാനത് പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു ചോദ്യം എഴുതുകയും 2:4 എത്ര കൂട്ടിയാൽ 3:4 എത്ര കൂട്ടിയാൽ 3:5 കിട്ടും? 3:4 എത്ര കൂട്ടിയാൽ 3:5 കിട്ടും? ഞാൻ ഈ ചോദ്യത്തെ മറ്റൊരു ബേസിലേക്ക് കൊണ്ടുപോകാം. 2 എന്നുള്ളത് മാറ്റിയിട്ട് 2ന്റെ പവർ മാറ്റിയിട്ട് 3യുടെ പവറിലേക്ക് മാറ്റുക.
3⁴ എത്ര കൂട്ടിയാൽ 3⁵ കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്ക്. സർ ഞാൻ ആൻസർ പറയട്ടെ. 3:4. 3:4. സർ ഞാൻ പറയട്ടെ. ഞാൻ പറയാം. 3:3 ഇപ്പൊ പറഞ്ഞു, രണ്ടുപേര് പറഞ്ഞു 3:4 കൂട്ടണമെന്ന് പറഞ്ഞു. അല്ലേ? അതെ. അപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമ്മൾ പറഞ്ഞു 3:1. ഞാൻ വേറെ ഒരാളോട് പറയാന്ന് പറഞ്ഞല്ലോ. ആരാണത്? സർ ഞാൻ മാളവിക സുമേഷ്. മാളവിക പറഞ്ഞോളൂ. സർ 2ന്റെ പവേഴ്സ് എപ്പോഴും ഡബിൾ ആയിട്ടാണ് വരാറ്. പക്ഷെ 3ന്റെ പവേഴ്സ് എപ്പോഴും 3 ഇൻറ്റു ആ ഒരു രീതിയിൽ വരാറ്. അപ്പൊ 3⁴ എന്ന് പറയുന്നത് 81. അപ്പൊ 81 ഇൻറ്റു 3 എന്ന് പറയുമ്പോ 343 അങ്ങനെ കിട്ടിയത്. അതെ, ഞാൻ ചോദ്യം അതല്ല. 3⁴ എത്ര കൂട്ടിയാൽ 3⁵ കിട്ടുമെന്നാണ് എന്റെ ചോദ്യം. എത്ര കൂട്ടിയാൽ, how much add to 3⁴ to get 3⁵. 81 ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അബിൽ രാജ് അർജുൻ ഇട്ടിട്ടുണ്ട്, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ചാറ്റ് ചെയ്തിട്ടുണ്ട്. 81 ആഡ് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ 2ന്റെ പവേഴ്സ് വന്നപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ചോദ്യം എന്തായിരുന്നു? 2⁸ നിന്ന് 2�7 കുറച്ചാൽ എത്ര കിട്ടുന്നത് ചോദിച്ചാൽ 2�7 എത്ര ആഡ് ചെയ്താൽ 2⁸ കിട്ടുന്ന ഞാൻ പറഞ്ഞൊരു ആൻസർ 2�7 തന്നെ ആഡ് ചെയ്യണമെന്നാ പറഞ്ഞത്. അത് 2ന്റെ പവർ ആയതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ 3യുടെ പവറാണ്. മാളവിക പറഞ്ഞു, കുറച്ചു കാര്യം പറഞ്ഞു. എന്താ മാളവിക പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞു മാളവിക. 3⁴ 81 ഇൻറ്റു 3. സർ അപ്പൊ 3⁴ 3 പ്രാവശ്യം ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3⁵ കിട്ടും. അതായത് 3⁴ എത്ര കൂട്ടിയാൽ 3⁵ കിട്ടും എന്ന് ചോദിച്ചാൽ എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? അതാണ് പറയേണ്ടത്. ആ ആൻസർ ആണ് പറയേണ്ടത്. 3 പ്രാവശ്യം 3⁴ ആഡ് ചെയ്യണം. അപ്പൊ 3⁴ ഇൻറ്റു 3 അതായത് എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 81. അതായത് 3 ഇൻറ്റു 3, അത് 3 ടൈംസ് 3⁴ ആഡ് ചെയ്യണം. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? അതെ സർ. അതെ സർ. അതെ. അപ്പൊ ഞാൻ ഇത് തിരിച്ച് ഞാൻ വേറെ കുറച്ചുകൂടി നമ്പർ ഒന്ന് മാറ്റിയിട്ട് മാളവിക തന്നെ മറുപടി പറയണം. സമയം കൂടുതലില്ല. മാളവികയ്ക്ക് എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് മാളവിക എത്തിച്ചേർന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് മാളവിയോട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3⁸ എത്ര കൂട്ടിയാൽ 3⁹ കിട്ടും? മാളവിക പറഞ്ഞ അതേ പ്രോസസ് അനുസരിച്ച് 3⁸ എത്ര കൂട്ടിയാൽ 3⁹ കിട്ടും? സർ 3 ആണോ? 3 എന്ത് 3 ആണോ? 3⁸ ഇൻറ്റു 3. അല്ല, അങ്ങനെയല്ല. മാളവിക പറഞ്ഞത് മാളവിക എഴുതി വെച്ചാണ് പറയുന്നെങ്കിൽ ഓക്കെ, മാളവികയെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക. ഞാൻ ഈ പ്രോബ്ലം ചെയ്ത് കാണിക്കാം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ ഞാനത് പ്രസന്റേഷനിൽ കൊണ്ടുവന്നില്ല. ഞാൻ പെട്ടെന്നുണ്ടായ ഒരു ചോദ്യമായതുകൊണ്ട് ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്ക് എടുക്കും. നോട്ട്ബുക്ക് എടുത്തോ? നോട്ട്ബുക്ക് എടുത്തോ? എല്ലാവരും പേന എടുത്തോ? ഉണ്ടോ കയ്യില്? സാധനമൊക്കെ ഉണ്ടോ? പറഞ്ഞ ആരും മിണ്ടുന്നില്ലോ. ആരാണ് പ്രസന്റ് ചെയ്യുന്നത്? ഹലോ, ബുക്ക് എടുത്തില്ലേ? നിങ്ങൾ ആദ്യം 3⁸ എത്രയാണ്?
ഒന്ന് എഴുതിക്കേ. നമ്മൾ ഒരു പാറ്റേൺ നമ്മൾ എഴുതാൻ പോവാം. 3:1 എത്രയാ? 3. എഴുതിക്കേ. 3. 3:2 9. അതായത് 6 പറഞ്ഞേ. 3:2 മാറിപ്പോയി. അങ്ങനെ മാറരുത്. എളുപ്പത്തിൽ ജാടി ഉത്തരം പറയരുത്. 3:2 എത്രയാണ്? 9 ആണ്. 3:3 27. 3:3 27. 3:4 81. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അത്ര അവിടെ നിൽക്കട്ടെ. ഇനി മുകളിലേക്ക് പോകണ്ട. നമ്മുടെ ചോദ്യത്തിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ 3:5 കൊണ്ട് എഴുതിക്കും. 3:5 എത്രയാ? 243. 243. അപ്പൊ അവിടെ നിൽക്കട്ടെ. പരിപാടി നിൽക്കട്ടെ കേട്ടോ ആ ചോദ്യം. ഓക്കെ നിർത്തുക. ഇനി നമ്മൾ തിരിച്ചു വരികയാണ്. എന്റെ ചോദ്യം ഞാൻ ഇപ്പൊ ചോദിച്ച 3:4 എത്ര കൂട്ടിയാൽ 3:5 കിട്ടും എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഇപ്പൊ അത് നോക്കിയാൽ 81 എത്ര കൂട്ടിയാൽ 243 കിട്ടും എന്നുള്ളത് അങ്ങനെ ഒരു രീതി കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മളൊരു ഇത് മുഴുവൻ കണക്ക് ചെയ്ത് നോക്കിയിട്ടല്ല കണ്ടുപിടിക്കുന്നത്. അതിനുള്ളൊരു മെത്തേഡിലേക്ക്, ഒരു ജനറലൈസേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് പറയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് നോക്കിയേ. ആദ്യത്തെ 2 സംഖ്യകൾ 3:1 that is 3, 3:2 that is 9. 3യിൽ നിന്ന് 9ലേക്കുള്ള വളർച്ച. 3യോടെ എത്ര കൂട്ടിയപ്പോഴാണ് 9 കിട്ടിയത്? 6. ഈ 6ഉം 3യും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാവോ? 3. എങ്ങനെ? ഒരാൾ പറയൂ. എല്ലാവരോടും കൂട്ടത്തോടെ പറയട്ടെ. ക്ലിയർ ആവും. 3 × 2. അതായത് 2 × 3 ആഡ് ചെയ്തു അല്ലെ? 3യോട് 6 ആഡ് ചെയ്തപ്പോ 9 കിട്ടി. അപ്പൊ 6 എന്ന് പറയുന്നത് എത്രയാണ് ആഡ് ചെയ്തത്? 6 ആണ് ആഡ് ചെയ്തത്. അതായത് 2 × 3:1 ആഡ് ചെയ്തു. ഓക്കെ, അടുത്ത് 9ൽ നിന്ന് അടുത്തത് 27 ആണ്. 3:2 എത്ര ആഡ് ചെയ്തപ്പോഴാണ് 3:3 കിട്ടിയത്? 27 കിട്ടിയത്. എത്രയാണ്? 9 നിന്ന് 27ലേക്കുള്ള വളർച്ച എത്രയാണ്? Eighteen. 18 കൂട്ടി. ഈ 18 നമ്മുടെ ഏത് സംഖ്യ എന്നുള്ള കൂട്ടിലാണ്? 3:2 18 കൂട്ടി. 3:2 18 കൂട്ടി. 18 എന്ന് പറയുന്നത് എന്താണ്? 3:2 18 തമ്മിലുള്ള റിലേഷൻ എന്താണ്? 9ന്റെ ഇരട്ടിയാണ് 18. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാണ്. 9 എന്ന് പറയുന്നത് നമ്മളോട് പറയുന്നില്ല. 9 എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പൊ 2 × 3:2 ആണ് അല്ലേ? അല്ലേ? അടുത്ത സ്റ്റെപ്പ് 3:3 എത്ര കൂട്ടിയപ്പോഴാണ് 3:4 കിട്ടിയത്? ദാറ്റ് ഈസ് 27 എത്ര കൂട്ടിയപ്പോഴാണ് 81 കിട്ടിയത്? 27 എത്ര കൂട്ടിയപ്പോഴാണ് 81 കിട്ടിയത്? 54 കൂട്ടി. എത്ര കൂട്ടി? 54 കൂട്ടി. 54 എന്ന് പറഞ്ഞാൽ എന്താണ്? 27ന്റെ 2 ടൈംസ് ആണ്. 2 × 27 ആണ്. 27 എന്ന് പറയുന്ന ഫിഗർ നമ്മൾ മാറ്റിയിട്ട് അവിടെ 3:3 ആക്കി. അപ്പൊ 2 × 3:3. അപ്പൊ ഇപ്പൊ എഴുതി വരുമ്പോ നമുക്ക് ഓരോന്നും ആഡ് ചെയ്യുന്നത് 2 × 3:1, 2 × 3:2, 2 × 3:3, 2 × 3:4 ആ രീതിയിലാണ് ആഡ് ചെയ്ത് പോകുന്നത്. മാളവിക പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു 3 × 81 ആഡ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അതെ സാർ. അല്ലേ? അതെ സാർ. 3 ടൈംസ് ആണോ വേണ്ടത്? 3:4 എന്ന് പറയുന്നത് 81 ആണ്. അതിനോട് എത്ര കൂടി ആഡ് ചെയ്യണം? 3:4 അവിടെ ഉണ്ട്, 81 ഉണ്ട്. ഇനി എത്ര പ്രാവശ്യം പോകണം? ഒരു 3:, അതായത് 3:4, 3:4, 3:4 3 പ്രാവശ്യം കൂടി ആഡ് ചെയ്യണം അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞു വന്നത്? അങ്ങനെയല്ലേ 3:4 ആവുക അല്ലേ? അപ്പൊ 4 പ്രാവശ്യമാവില്ല അങ്ങനെ ചെയ്തു വരുമ്പോ? 3 പ്രാവശ്യം പോരെ? 3 പ്രാവശ്യം പോരെ? ആകെ ടോട്ടൽ 3 പ്രാവശ്യം പോരെ? 3:4 എന്ന് പറഞ്ഞ 81 ആണ്. 81 ആണ്. അത് 3:5 ആകാൻ
എത്ര ആഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ പിന്നെ എത്ര കൂടി ആഡ് ചെയ്താൽ 2 ടൈംസ് എന്ത് ചെയ്താൽ മതി? 3⁴ ആഡ് ചെയ്താൽ മതി. പോരെ? അതെ മതി. അല്ലേ? 81 അവിടെ ഉണ്ട്. പ്ലസ് 81 പ്ലസ് 81 അപ്പൊ 243 ആയില്ലേ? അപ്പൊ ഞാൻ മാളവിയോട് തന്നെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. 3⁸ എത്ര ആഡ് ചെയ്താൽ 3�9 കിട്ടുമെന്ന് ചോദിച്ചു. ഒരു ചോദ്യം ഞാൻ ചോദിച്ചായിരുന്നു, മറന്നുപോയോ? ഇല്ല സർ. അതിന് എത്ര ആഡ് ചെയ്യണം? ഇപ്പൊ പറയാറോ? 2⁸ 2⁸ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2�9 കിട്ടും. 2 ആഡ് ചെയ്താലോ? 2⁸ 2. ആ, അതായത് നമ്മൾ അതിന് ഇൻ വേർഡ് പറയുകയാണെങ്കിൽ 2 ടൈംസ് 2 പ്രാവശ്യം 2 മടങ്ങ് ഏതിന്റെ? ഇപ്പൊ നമുക്ക് 2⁸ കൂടെ എത്ര കൂട്ടിയാൽ 2�9 കിട്ടുമെന്നുള്ള ചോദ്യത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? 2⁸ 2 മടങ്ങ് 2 ടൈംസ് 2⁸ ആഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? നമ്മൾ സാധാരണ സ്കൂളുകളിൽ ചെയ്തു വരുന്ന നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ 2 ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ കാണുന്നത്. 3 ബേസ്ഡ് ചോദ്യം നമുക്ക് നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ചോദ്യം. എക്സ്പോണൻസിൽ ചോദ്യം ഉണ്ട്. നിങ്ങൾ പ്രോസസ്സിലൂടെ ടെക്സ്റ്റ് ബുക്കിലൂടെ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ ചോദ്യം ഉണ്ട്. 3⁸ എത്ര കൂട്ടിയാൽ 3�9 കിട്ടും? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതേ ടെക്സ്റ്റ് തന്നെ ഞാൻ മാറ്റുവാണ്. 4 ആണ് ബേസ് വിചാരിക്കാം. 4⁵ എത്ര ആഡ് ചെയ്താൽ 4⁴ കിട്ടും? ഇത് ഞാൻ തരികയാണ് ഹോംവർക്കായിട്ട്. ആ മൈക്കോഫ് ചെയ്തേ ജോണ ജന NP മൈക്കോഫ് ചെയ്തേ. വീട്ടിൽ കൊച്ചുങ്ങളൊക്കെ വെച്ച ഉണ്ടാക്കുന്നൊക്കെ ഞങ്ങൾ ചെവി വെട്ടിപ്പോണം കേട്ടോ. മൈക്കോഫ് ചെയ്യാം. ഞാൻ പറയുന്നത് 4⁵. ഇപ്പൊ നമ്മൾ 2⁴ നമ്മൾ ചർച്ച ചെയ്തു. 3 നമ്മളിപ്പോ കണ്ടെത്തി. 3 പവേഴ്സ് തൊട്ടടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 ടൈംസ് അത് എത്രയാണോ ഉള്ളത് അത് അത്രയും തന്നെ 2 ടൈംസ് കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ഇനി 4 കണ്ടുപിടിക്കാൻ എന്താണ്? 4 ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് 4 പവേഴ്സിൽ നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പിന്നീട് ചെയ്ത് നോക്കി. നമ്മുടെ സമയം കളയണ്ട. നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഴുതുക. 4:1 = 4, 4:2 = 16, 4:3 = 64, 4:4 = 128. അത്ര വരെ എഴുതി നിർത്ത്. എന്നിട്ട് നമുക്ക് താഴെ 3 സ്റ്റെപ്പ് നോക്കി നോക്കിയേ. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ തന്നെ ഒന്ന് ജനറലൈസ് ചെയ്ത് നോക്ക്. എന്താണ് അടുത്ത സംഖ്യ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് നിങ്ങളൊന്ന് കണ്ടെത്തി നോക്ക്. ചെയ്യാൻ പറ്റുമോ? മനസ്സിലായോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മുഹമ്മദ് ഫൈസൽ. മുഹമ്മദ് ഫൈസൽ മനസ്സിലാവുന്നുണ്ടോ? ആരെ? മുഹമ്മദ് ഫൈസൽ തന്നെ പറയാതിരിക്കണം. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിൽ ഉദ്ദേശിച്ചത്? എന്താണ് 4 കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് പറയാവോ? അത് ചെയ്യണ രീതി ഒന്ന് പറയാവോ? 4:1 4, 4:2 16. അപ്പോ 4ൽ നിന്ന് 16ലേക്കുള്ള വർധനവ് എത്രയാണ്? 12 ആണ്. 12ഉം 4ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? 3 ടൈംസ് 4 ആണ്. നമ്മൾ ആദ്യം 3യുടെ പവേഴ്സ് പറഞ്ഞപ്പോൾ 2 ടൈംസ് എടുത്തെങ്കിൽ 4ന്റെ പവേഴ്സ് എടുക്കുമ്പോൾ അവിടെ വരുന്നത് 3 ടൈംസ് ആയിരിക്കും വരിക. മനസ്സിലായോ? 4:2 16 ആണ്. 4:3 എന്ന് പറയുന്നത് 64 ആണ്. 64 എങ്ങനെ വരും? 16 എത്ര കൂട്ടിയപ്പോഴാണ് 64 കിട്ടിയത്? 48 കൂട്ടിയപ്പോഴാണ് 48 ആഡ് ചെയ്തപ്പോഴാണ്. അപ്പൊ 48ഉം ഈ 16ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? ദാറ്റ് ഈസ് 3 ടൈംസ് 16 ആണ്. 3 ടൈംസ് 16 എന്ന് പറഞ്ഞാൽ 16 ഞാൻ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ 3 ടൈംസ് 4:2 ആണ്. അപ്പോ 4 എന്ന് പറയുന്ന സംഖ്യയുടെ പാർട്ടിയാണല്ലോ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഞാനത് ഒന്ന് പ്രസന്റ് ചെയ്യാത്തതിന്റെ ഒരു എനിക്കുണ്ട്. എന്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. നിങ്ങൾ അത് എഴുതി കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെ എടുത്ത് വേർഡിലൊക്കെ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒക്കെ കാണിച്ചു വരുമ്പോൾ ഒരുപാട് സമയം പോകും. അല്ലെങ്കിൽ പിന്നെ ബ്ലാക്ക് ബോർഡ് നമ്മുടെ മൊബൈലിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സ്പേസ് ആയിരുന്നുള്ളൂ. എഴുതി കാണിക്കാനൊന്നും ഒരുപാട് സാധനം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം തൽക്കാലം വിടുകയാണ്. നിങ്ങളൊന്ന് എഴുതി നോക്ക്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പാറ്റേൺ ഇപ്പൊ മനസ്സിലായി കാണും. 2ന്റെ പവേഴ്സ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ചെയ്ത് പഠിക്കുന്നത്. കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് 2ന്റെ പവേഴ്സാണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഞാൻ ചോദിക്കട്ടെ, ഒരു 3യുടെ പവേഴ്സ് എടുത്തുകൊണ്ടും ഇങ്ങനത്തെ സാധ്യതകൾ, 4ന്റെ പവേഴ്സ് എടുത്തുകൊണ്ടും ഇങ്ങനത്തെ സാധ്യതകൾ നമ്മളൊന്ന് ചർച്ച ചെയ്ത് പോകണം, നമ്മളൊന്ന് ചെയ്തു നോക്കണം. വെറുതെ സംഗീതങ്ങൾ ചെയ്തു നോക്ക്, 5ന്റെ എടുത്ത് നോക്ക്, 6ന്റെ എടുത്ത് നോക്ക്. അങ്ങനെ നമ്മൾ തന്നെ കുറച്ച് പ്രോഗ്രസ് ചെയ്ത് നോക്കുക. എന്തായിരിക്കും ഒരു പാറ്റേൺ, എന്തായിരിക്കും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയായിരിക്കും നമുക്കത് നമ്മുടെ മനസ്സിലേക്ക് അതൊന്ന് ഉറപ്പിച്ചു വെക്കുക, ചെയ്യാൻ പറ്റില്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ്. അപ്പൊ ഞാൻ ആ ഭാവം വിട്ടോട്ടെ. ഇനി അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണോ? ചോദിക്കണം. മനസ്സിലായോ? 4ന്റെ ആണെങ്കിൽ ഇപ്പൊ ഒന്നോട് ഞാൻ പറഞ്ഞു തരാം. 4ന്റെ ആണെങ്കിൽ 3 ടൈംസ് ആ 4ന്റെ പവർ എടുക്കണം. അങ്ങനെയാണെങ്കിൽ 5ന്റെ എടുക്കണമെങ്കിൽ എത്രയാണെന്ന് ഇപ്പൊ ഏകദേശം പറയില്ല, ചെയ്ത് നോക്കേണ്ടി വരില്ല. പറയാം. 5ന്റെ ആണെങ്കിൽ 4 ടൈംസ് എടുക്കണം. 4 ടൈംസ് എടുക്കണം കേട്ടോ. കേട്ടോ, ചെയ്ത് നോക്കോട്ടോ. ഓക്കെ. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഇതും എക്സ്പ്ലെയിൻ ഞാൻ വെക്കുന്നത്, ഞാനൊരു കുറച്ച് ചോദ്യങ്ങൾ ഇതിനു വേണ്ടി ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണോ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നു. എനിക്ക് സമയം നമ്മുടെ കൊണ്ട് തീരുകയാണ്. 1 മണിക്കൂറിന് ഇനി വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ചോദ്യം വായിച്ചോളൂ. ഞാൻ വായിക്കില്ല, നിങ്ങൾ വായിച്ചു. എല്ലാവരും കാണുന്നില്ലേ ചോദ്യം? കാണുന്നില്ലേ? കാണുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അതായത് എന്റെ പ്രസന്റേഷൻ പിന്നീട് ഓക്കെ എന്റെ പ്രസന്റേഷൻ പിന്നീടാണ്. മതി സംസാരം മതി. കണക്ക് 25:2, 25:2, 25 ഇതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്യാം. 25:2 പ്ലസ് അതായത് അങ്ങനെ 25 പ്രാവശ്യം 25 ടൈംസ്. സാർ ഉത്തരം കിട്ടി. കിട്ടി. വളരെ വെച്ചോ. 1-2 പേരോട് ചെയ്യട്ടെ. പ്രശ്നം മാറ്റം വേണ്ട. ചോദ്യം കൂടി വായിക്കോ? കാണുന്നില്ല. അയ്യോ, കാണുന്നില്ലേ? 25:2 പ്ലസ് 25:2 പ്ലസ് 25:2 പ്ലസ് ഉണ്ടായിരിക്കും മക്കളെ 25:2. അങ്ങനെ അത് 25 പ്രാവശ്യം ആഡ് ചെയ്താൽ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ സം ഓഫ് 25:2 25 times? When we add 25:2 25 times, 25:2 എന്ന് പറയുന്ന സംഖ്യ 25 പ്രാവശ്യം ആഡ് ചെയ്താൽ എത്രയായിരിക്കും ആൻസർ? ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 25:50, 25:25, 25:3, 25:5. എല്ലാ എക്സ്പ്ലൻസിലായിട്ട് 1 മണിക്കൂർ സമയമായി. വേറെ ടോപ്പിക്കിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാളാണ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആരായിരുന്നു കിട്ടിയെന്ന് പറഞ്ഞ ആൻസർ കിട്ടിയെന്ന് പറഞ്ഞത്? ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? എസ് ബി കൃഷ്ണ. എസ് ബി കൃഷ്ണ. യെസ്, എസ് ബി കൃഷ്ണ. എസ് ബി കൃഷ്ണ എവിടെയാണ് വീട്? തലശ്ശേരി. ആയി. നമ്മള് കേരളത്തിന്റെ വിവിധ ജില്ലകളിലുള്ള അധ്യാപക കൂട്ടത്തിന് വളരെ പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ. ഇത്രയും കുട്ടികളെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളെ ക്ലാസ് എടുക്കാൻ എനിക്ക് സാധിച്ചു. വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. തലശ്ശേരി എസ് ബി കൃഷ്ണ. എസ് ബി കൃഷ്ണക്ക് എത്രയാണ് ആൻസർ ചെയ്തത്? 25:3. 25:3. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ആൻസർ കിട്ടിയോ? 25:50. അശ്വതിയാണ് പറയുന്നത്. അതെ. എത്രയാണ് കിട്ടിയത്? 25:50. 25:50. 25:50 എന്നാണ് അശ്വതി പറയുന്നു. എസ് പി ഫാത്തിമ, എന്താണ് പേര്? ഫാത്തിമ ഹിബ.
ഫാത്തിമയ്ക്ക് ഇപ്പൊ എന്താ പറഞ്ഞത്? 25:16. നിങ്ങൾ പറയുന്ന വാക്കില് എനിക്ക് ഇപ്പൊ പറഞ്ഞ രണ്ട് കുട്ടികൾ പറഞ്ഞത് നിങ്ങൾ ഒന്നോട് പറഞ്ഞേ. ഫാത്തിമയ്ക്ക് ഇപ്പൊ ഒന്നോട് പറഞ്ഞ ആൻസർ എന്നാ? പറഞ്ഞല്ല ഒന്ന് പറഞ്ഞു. ഇത്ര ശരി തെറ്റായിക്കോട്ടെ പറഞ്ഞു. ഫാത്തിമയ്ക്ക് പറഞ്ഞോളൂ. 25:16. 16. അങ്ങനെ ആൻസർ ഉണ്ടോ ഓപ്ഷനില്? കാണല്ലോ. 25:50. 20:50. അശ്വതി എന്താ പറഞ്ഞത്? 2:50. ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞേ അശ്വതി. 2:50. Sorry, 25:50. 25:50. ഓക്കെ. ഞാൻ ആ കേട്ടപ്പോ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയോട് ചോദിച്ചാട്ടോ, സോറി. അപ്പോ രണ്ട് ആൻസർ 25:3 വന്നു, 25:50 വന്നു. ഇനി രണ്ട് ഓപ്ഷനും കൂടി ഉണ്ട്. 25:5 ഉണ്ട്, 25:25 ഉണ്ട്. ഈ രണ്ട് ഓപ്ഷൻ ആരും പറയുന്നില്ല. എനിക്കത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എപ്പോഴും നമ്മൾ 4 ഓപ്ഷനിൽ 2 ഓപ്ഷനും നിങ്ങൾ കളയുക, തീർത്തും കളഞ്ഞിട്ടുണ്ട്. അത് വെറുതെ ഗസ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലാണെങ്കിൽ പോലും 2 ആൻസർ ഇത് തന്നെയാണോ നമ്മുടെ ഒരു മെത്തേഡ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന രീതി എനിക്കറിയില്ല. ഒരു 4 ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഈ 4 ഓപ്ഷനിൽ ഒറ്റ, അതായത് ഇങ്ങനത്തെ പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷനിൽ 2 എണ്ണത്തിന് ഒറ്റ നോട്ടത്തിൽ ആൻസർ അല്ല എന്ന് തീരുമാനിക്കാനുള്ള മനസ്സിന്റെ ഒരു തീരുമാനമാണ്. എന്ന് പറഞ്ഞാൽ ഈ 4 ഉത്തരത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം ഇതിന്റെ ഉത്തരമല്ല, ഉത്തരം ശരിയായ ഉത്തരത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. ആദ്യം പറയും ഇതിന്റെ ഉത്തരമല്ല, ഇതിന്റെ ഉത്തരമല്ല. 2 എണ്ണത്തെ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. ഇതിന്റെ ഉത്തരമാകാൻ ഒരു സാധ്യതയുമില്ല. പിന്നെയുള്ള 2 എണ്ണം പറഞ്ഞ് മനസ്സിലാകാം. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാണ്. 4 ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ 4 ഓപ്ഷൻ ഇങ്ങനെ പോയി പറയാം. ഇതല്ല 2 എണ്ണം കളയണം. പിന്നെ 2 എണ്ണത്തിലായിരിക്കണം നമ്മുടെ സംശയങ്ങൾ. ഇതാണോ എന്നുള്ളത്. അവിടെയാണ് നമ്മുടെ പഠിച്ചിട്ടുള്ള ആശയങ്ങളെ കൊണ്ടുവന്ന് ചെയ്യുന്നത്. 4 ആൻസറിൽ 2 എണ്ണം ആൻസർ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചാദ്യം പറയാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മറ്റു ആൻസറിലേക്ക് പോകാൻ വളരെ എളുപ്പമുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളത് കൺഫ്യൂഷൻ ആക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ചെയ്യാം. എന്തായാലും 25:50 എന്നും 2 പേര് പറഞ്ഞു. അശ്വതിയും പറഞ്ഞു, പിന്നെ ഫാത്തിമ ഹിബയും പറഞ്ഞു, SB പറഞ്ഞു. 25:3 ആണ്. ആരെങ്കിലും ഒരാൾ കൂടി ഒന്ന് ആൻസർ പറയുകയാണെങ്കിൽ നന്നായിരിക്കും. എനിക്ക് ഇഷ്ടം ഒരാൾ 25:3 എന്ന് അമൽ ആർദ്ര, അതാണ് ആദിത്യ. അമൽ പറഞ്ഞു. ശിവദാസ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ കുട്ടി തന്നെയാണ്. എന്താണ് അവരുടെ പേര്? സോനദാസിന്റെ പേര് എവിടെയാണ്? കോങ്ങാട്. ഓക്കെ. സോനദാസ് പറഞ്ഞ 25:50. അപ്പൊ 2 സോന വീണ്ടും ആവർത്തിച്ച് പറയുന്നു 25:3 ആണെന്ന് പറയുന്നു. എനിക്ക് ഞാനത് ഫാത്തിമ ഫിബയിലേക്ക് വീണ്ടും വരികയാണ്. ഫാത്തിമ ഫിബ എവിടെയാണ് സ്ഥലം? ഫാത്തിമ ഫിബയിലെ ഉണ്ടല്ലോ, കേൾക്കുന്നില്ല? ഓക്കെ. എന്നാൽ SBയിലേക്ക് വരിക. SB ഒന്ന് പറഞ്ഞ് SB കിട്ടിയ ആൻസർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കോ. സാറേ 25:2 നിങ്ങൾ കൂട്ടി പോകുന്നേരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ലേ? അങ്ങനെയല്ല. SB എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യണമെന്ന് ചോദിക്കല്ലേ. 25:2 into 25 അന്നേരം 25:3 അല്ലേ? എങ്ങനെ? 25:2 into 25 അത് 25:3 ആണ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തേ. 25:2 into 25
അത് 25 അല്ലേ? അത് 25 into 25 is equal to 25 ആണ്. അത് ഓക്കെ, അത് അംഗീകരിക്കുന്നു. അങ്ങനെ തന്നെയാണോ നമ്മുടെ ആൻസറിലേക്ക്? എന്താണ് 25 into 25 എന്ന് പറയാൻ കാരണം എന്താണ്? അത് 25 ടൈംസ് കൂട്ടുന്നല്ലേ, അന്നേരം മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്യുന്നത്. പറഞ്ഞോ, ക്ലിയർ ആണോ? പറഞ്ഞോളൂ. അല്ല, ഇത് എസ് പി പറഞ്ഞു തീർത്തോട്ടെ, അത് കഴിഞ്ഞ അടുത്ത അവസരം. 25 തന്നെ 25 ടൈംസ് കൂട്ടുന്നേരം അത് 25 25 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഓക്കെ, അങ്ങനെ 25 into 25 25 എന്നാണ് എസ് പി പറഞ്ഞിരിക്കുന്നത്. വേറെ ആരാ പേന്റെ ഇടയ്ക്ക് സംസാരിക്കുമെന്നല്ലോ? ആരായിരുന്നത്? അമൽ പറയൂ. അമൽ പറയൂ. ഹലോ സാർ, എനിക്കില്ലേ ഈ ഉത്തരം ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഉത്തരം ചേഞ്ച് ചെയ്യണമായിരുന്നു. നീ ഉത്തരം എത്ര പറഞ്ഞേ? ഞാൻ ആദ്യം പറഞ്ഞത് 25 എന്നായിരുന്നു. ഓക്കെ സാർ, എനിക്കിപ്പോ നോക്കിയപ്പോ എനിക്ക് ഉത്തരം 2:15 എന്നാണ്. 2 അല്ലടാ, 25. 25 സാർ. 25 ആണ് കിട്ടുന്നത്. എന്നാ പറഞ്ഞോളൂ, എങ്ങനെയാണ് കിട്ടിയത്? പറഞ്ഞോളൂ. കാരണം 25 into 25 പ്രാക്ടീസ് ചെയ്യുന്നത്. അതെ, അപ്പോൾ 25 into 2 ചെയ്തപ്പോ 50 കിട്ടി. 25 into 2 50. അതെന്തിനാ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? കാരണം 25 വട്ടം 25 എന്നാണ് ചെയ്യുന്നത്. അതെ, 25 അത് 25 ടൈംസ് ആഡ് ചെയ്യണം. ഇത് പ്ലസ് ആയിട്ട് a raised to m into a raised to m plus a raised to n is equal to a raised to m into n എന്ന റൂൾ ഇല്ലേ? റൂൾ ഉണ്ട്. a raised to m into a raised to n is equal to a raised to m plus n. സാർ, അത് വെച്ച് 25 പ്രാവശ്യം ഇൻഡു ചെയ്തു. അപ്പൊ 50 ആണ് ഉത്തരം കിട്ടുന്നത്. അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നത്? എനിക്ക് ക്ലിയർ ആവുന്നില്ല. മറ്റുള്ള കുട്ടികൾക്കൊക്കെ മനസ്സിലാവുന്നില്ല. പറയൂ സാർ. 25 raised to 2 into 25 raised to 2 എന്ന് 25 പ്രാവശ്യം. അപ്പൊ 25 raised to 2 into 25 raised to 2 into 25 raised to 2 അങ്ങനെ 25 ടൈംസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ഇവിടെ ക്വസ്റ്റ്യൻ പ്ലസ് ആണ്. നീ ഇപ്പൊ പറഞ്ഞ ഇൻഡു പറയണേ. 25 raised to 2 into 25 raised to 2 into 25 അങ്ങനെയല്ല, പ്ലസ് ആണ് അവിടെ, ആഡ് ചെയ്യാം. 25 raised to 2 plus 25 raised to 2 plus എന്ന് 25 വട്ടം. ഓക്കെ, അതിൽ a raised to m plus a raised to n എന്ന റൂളിൽ a raised to m into n ആണ് വരുന്നത്. അപ്പോൾ 25 raised to 2 25 plus 25 raised to 2 എന്ന് പറയുമ്പോൾ 25 raised to 2 into 2 into 2 into 2 എന്ന് 25 വട്ടം. അങ്ങനെ ഷോർട്ട് ആക്കി 25 raised to 2 into 25 ചെയ്യും. അപ്പോൾ 25 raised to 15 ഉത്തരം കിട്ടി. 25 raised to 15 ഉത്തരം കിട്ടി. അതായത് a raised to m into നീ ചോദിച്ചു. ഞാൻ ഒന്നുകൂടെ നീ മോനം ആ മൾട്ടിപ്പിൾ റൂളിലേക്ക് ഒന്നുകൂടെ മോനം ശ്രദ്ധിച്ചേ. മൾട്ടിപ്പിൾ റൂളിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. അത് a raised to എന്നോട് ആ റൂൾ ഒന്ന് പറഞ്ഞേ. a raised to എന്ന് നീ പലവട്ടം പറഞ്ഞല്ലോ, ഒന്നുകൂടെ പറഞ്ഞ ആ റൂളെന്ന്. a raised to m plus a raised to n is equal to a raised to m into n. a raised to m plus n a raised to n ആണോ a raised to m into a raised to n ആണോ? സോറി സർ, a raised to m into a raised to n എന്നാണ്. അപ്പോൾ ഇത് a raised to m plus n എന്നാണ്. ഇതിപ്പോ മൾട്ടിപ്ലൈ ആണോ അഡീഷൻ ആണോ? അഡീഷണൽ സാർ. ഓക്കെ, അപ്പൊ എന്താ പറ്റിയപ്പോ എവിടെ ശരി ആൻസർ ഏതാ?
ഇതിന്റെ ആൻസർ അപ്പൊ ഇത് ഞാൻ 225 തെറ്റല്ലേ? തെറ്റാണ് സാർ. പിന്നെയും പറയുന്ന മോള് ഇങ്ങനെ മോൻ അമലല്ലേ? ആ സാർ. ഇവിടെ ആദ്യമാണോ മൾട്ടിപ്ലൈ ആണോ വേണ്ടി ചോദിക്കുന്നു? a⁻m പ്ലസ് a⁻n a⁻m into n എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് തെറ്റാണ്. a⁻m into a⁻n a⁻m plus എന്നതാണ്. അപ്പോൾ ആ 2 into 25 വരുന്നത്. ഇത് ഇവിടെ അഡീഷൻ ആണ്. 25 raised to 2 plus 25 raised to 2 പ്ലസ് അങ്ങനെ പ്ലസ് ആണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞത് 25 raised to 2 into 25 എന്നാണ്. അപ്പൊ 2 raised to 50 തെറ്റാണ് സാർ. 2 അല്ല, എപ്പോഴും 2 പറയുന്നത് 25 raised to 50 തെറ്റാണ്. അതല്ല നീ പറഞ്ഞു വരുന്നത്? തെറ്റാണ്. വീണ്ടും കറക്റ്റ് ആൻസറിലേക്ക് വാ. 25 raised to 3. ഓക്കെ, ഇത് ഞാൻ ആദ്യം നീ പറഞ്ഞത് ആദ്യം പറഞ്ഞതല്ലായിരുന്നോ? ആദ്യം പറഞ്ഞതാണ്, പിന്നെ നീ മാറ്റി പറഞ്ഞു. ഇപ്പൊ നീ തിരിച്ച് വീണ്ടും പോയി. ഓക്കെ, നമ്മുടെ സമയം ഒരുപാട് പോകുന്നു. പക്ഷെ എനിക്ക് തോന്നി ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ ഡിസ്കഷൻ വന്നത്. ബാക്കിയുള്ള കുട്ടികൾ കേട്ടവർക്ക് ചെറിയ കൺഫ്യൂഷൻ ആയിട്ട് എന്നെ തന്നെ ഒന്ന് കൺഫ്യൂഷൻ ആക്കി കളഞ്ഞിടയ്ക്ക്. എന്നാലും ഞാൻ അങ്ങനെ പറയട്ടെ, ഈ ചോദ്യം കാണുമ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യം തന്നെയാണ്. കുറെ 25 ടൈംസ് അങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂഷനായി. സംഭവം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, ബേസിക് കാര്യങ്ങള്. ആരാണ് പറഞ്ഞത്? SD പറഞ്ഞ ഒരു ആൻസർ ഉണ്ട് ആദ്യം. മറ്റേ ചെറുക്കക്കിന് 25 raised to 3 എന്ന് പറഞ്ഞിരുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മള് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 4 ഓപ്ഷനിൽ 2 ഓപ്ഷൻ തള്ളിക്കളഞ്ഞു. നിങ്ങൾ 25 raised to 3യിലും 25 raised to 15ലും കിടന്ന് തള്ളിയതിന്റെ കാര്യം മനസ്സിലായോ? എന്താണ് ഈ 25 raised to 15 കിടന്ന് കളിക്കാൻ കാരണം? ഇത് ഈ മൾട്ടിപ്പിൾ റൂളും വെച്ചുകൊണ്ടുള്ള ഇപ്പോ നമ്മുടെ അമല് പറഞ്ഞതുപോലെ അങ്ങനത്തെ ചില ചിന്തകളോട് കയറി വന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയാണോ, 25 raised to 2 എന്ന് പറയുന്ന സംഖ്യ 25 പ്രാവശ്യം കൂട്ടിയാൽ, ദാറ്റ് ഈസ് ഒരു സംഖ്യ 2 എന്ന് പറയുന്ന അല്ലെങ്കിൽ 25 എന്ന് പറയുന്ന സംഖ്യ 25 പ്രാവശ്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ 25 into 25 ആണ്, 25 ടൈംസ് ആണ്. 2 എന്ന് പറയുന്ന സംഖ്യ 25 പ്രാവശ്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ 2 into 25 ആണ്. അപ്പോ ആ 25 raised to 2 എന്ന് പറയുന്ന സംഖ്യയെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ 25 raised to 2 എന്ന് പറഞ്ഞാൽ 25 into 25 ആണ്. into 25 that is 25 raised to 3. വളരെ സിമ്പിൾ ആണ് കേട്ടോ. പക്ഷെ 25 raised to 50യിലേക്ക് നമ്മുടെ ചിന്ത മാറിപ്പോകും. ഈ പറയുന്ന മൾട്ടിപ്പിൾ റൂൾ എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചതുകൊണ്ട് ആ കൺസെപ്റ്റ് നമ്മൾ അതിൽ ഉറച്ചു കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ചിന്ത ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ അവതരിപ്പിച്ചത്. മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഞാനത് 7:15 എനിക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം മറ്റു ചാപ്റ്റർ ഞാൻ പെർസെന്റേജിലേക്ക് പോകാൻ ചോദിച്ചിരുന്നതാണ്, പോവില്ല. അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ഇനി കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല.